Welcome to your online classroom, my dear friends. Today we are going to discuss two activities in the chapter I Will Fly. The first one is a speech. Imagine that you get an opportunity to address class 10 students before their public examination. On the basis of Dr. Abdul Kalam's message, prepare a speech to motivate and prepare them for the examination. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ്. ആർക്ക് അഡ്രസ്സ് ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ള സ്പീച്ചാണ്? 10th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യാൻ, അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്പീച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവരെ എക്സാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. Before going to the answer, let's look what is said in the chapter I Will Fly. Here is the point-wise explanation of the chapter. The whole chapter is converted into a few points. Just go through it. I Will Fly is a speech by Dr. APJ Abdul Kalam. I Will Fly എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പീച്ചാണ്. കലാം ഇനാഗ്രേറ്റഡ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. ഈ സ്പീച്ചിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലാം ഒരിക്കൽ ഒരു ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ശാസ്ത്രയാൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അതല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, സയൻസിൻ്റെ പ്രയാണം, അതല്ലെങ്കിൽ സയൻസ് ഇത്രയും കാലം നേടിയ കാര്യങ്ങൾ, നേടിയെടുത്ത നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദെൻ അറ്റ് ദറ്റ് ടൈം, അല്ലെങ്കിൽ ആ സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്നതിനിടയിൽ കലാം സെഡ് ദാറ്റ് ദ യൂത്ത് ഓഫ് ദി ഡേ നീഡ് നോട്ട് ഫിയർ അബൌട്ട് ദെയർ ഫ്യൂച്ചർ. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോഴത്തെ ഫ്യൂച്ചർ ജനറേഷൻസിന് ഒരിക്കലും അവരുടെ ഭാവിയെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നാണ് കലാം ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രത്തോളം സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫൈൻഡിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എ ബോയ് ഫ്രം എ വില്ലേജ് എക്സ്പ്രസ്ഡ് ഹിസ് വിഷ് ടു ബിക്കം എ മെറൈൻ എഞ്ചിനീയർ. ആ സ്പീച്ചിൽ ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ശാസ്ത്രയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വില്ലേജ് ബോയ്, അതായത് ഒരു ഉൾനാട്ടിലെ ഒരു ചെറിയ ബോയ് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്, അവനൊരു മെറൈൻ എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമായിരുന്നു ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കലാം വാല്യൂഡ് ഹിസ് ക്വസ്റ്റ്യൻ ആൻഡ് റിസൈറ്റഡ് ദ പോയം ഐ വിൽ ഫ്ലൈ. അപ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസർ എന്ന രീതിയിൽ അബ്ദുൽ കലാം ഒരു പോയം റിസൈറ്റ് ചെയ്തുകൊണ്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ആ പോയത്തിൻ്റെ പേരാണ് ഐ വിൽ ഫ്ലൈ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. ദെൻ അതിൽ പറയുന്ന കാര്യങ്ങളാണ് ചുരുക്കിയാണ് പറയുന്നത്. എവരി വൺ ഹാസ് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എല്ലാവർക്കും അവരുടേതായ ഐഡിയാസും അവരുടേതായ ഡ്രീംസും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. കലാം അഡ്വൈസ്ഡ് ദ ബോയ് ടു ബി യുണീക്ക്. അപ്പോൾ ആ കുട്ടിയോട് അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത് എന്താണ്? ടു ബി യുണീക്ക് എന്നാണ്. അതായത് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കരുത്, സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായ രീതിയിൽ എന്തെങ്കിലും ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് APJ അബ്ദുൽ കലാം ആ കുട്ടിക്ക് കൊടുത്ത ആൻസർ എന്ന് പറയുന്നത്. യു ഷുഡ് ഫൈൻഡ് ദ യുണീക്ക് യു. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിവുകൾ, നമുക്ക് എന്താണോ ആവാൻ കഴിയുന്നത്, നമ്മുടെ കഴിവുകൾ എന്താണോ അത് നമ്മൾ തന്നെ കണ്ടെത്തണം. മറ്റുള്ളവരെ കണ്ടിട്ട് അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസ് മസ്റ്റ് വർക്ക് ഹാർഡ് അൻറ്റിൽ ദേ റീച്ച് ദ ഗോൾ. അപ്പോൾ ആ ഒരു ആൻസർ എന്ന് പറയുന്നത്, ആ ഒരു കുട്ടിക്ക് കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ആൻസറാണ്. എന്താണ്? സ്റ്റുഡൻസ് മസ്റ്റ് വർക്ക് ഹാർഡ് അൻറ്റിൽ ദേ റീച്ച് ദർ ഗോൾ. ഓരോ വിദ്യാർത്ഥിയും അവരുടെ ഗോൾ, അവരുടെ ഡ്രീം എന്താണോ അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഹാർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ വി ക്യാൻ ഗോ ടു ദ ആൻസർ ഓഫ് ദി ആക്ടിവിറ്റീസ്. സ്പീച്ച് ടു മോട്ടിവേറ്റ് ക്ലാസ് 10th സ്റ്റുഡൻറ്റ് ഫോർ പബ്ലിക് എക്സാമിനേഷൻ. ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് മെസ്സേജ് ഓഫ് APJ അബ്ദുൽ കലാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്പീച്ച് ടു മോട്ടിവേറ്റ്
10th സ്റ്റാൻഡേർഡ്സ് ഫോർ ദെയർ പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ ഈ സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് ഹൈലി ഫോർമലായിട്ടുള്ളൊരു മീറ്റിങ്ങിലൊന്നുമല്ല. ജസ്റ്റ് മോട്ടിവേഷൻ, നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുന്ന സ്പീച്ച് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Well, begin is half done and self-help is the best help are the two ideas which come running to my mind when I think of any public examination. Is it true? Class 10 is a culmination of high school education. It is also a permanent record of our academic excellence in school. We have been striving for 10 long years to achieve the success in this exam. 1-2 കോട്ട്സ് പറഞ്ഞുകൊണ്ടാണ് സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്പീച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ, അതായത് നല്ല തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ ചെയ്ത പോലെയാണ്. അതേപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. സ്വയം സഹായിക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങുക അല്ലെങ്കിൽ നമ്മൾ തന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കോട്ട്സൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇനി 10th സ്റ്റാൻഡേർഡിനെ കുറിച്ച് 1-2 സെൻറ്റൻസാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കൾമിനേഷൻ ഓഫ് ഹൈ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് ആൾസോ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് അവർ അക്കാഡമിക് എക്സലൻസ് ഇൻ സ്കൂൾ. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹൈസ്കൂളിൻ്റെ ഒരു എൻഡുമാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് എക്സലൻസിൻ്റെ നമ്മുടെ അക്കാഡമിക് റെക്കോർഡ്സ് നമ്മുടെ ഇൻ്റർവ്യൂവിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് വാല്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഒരു എക്സലൻസ് നോക്കുന്നതാണ് സ്കൂൾ SLC ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വി ഹാവ് ബീൻ സ്ട്രൈവിംഗ് ഫോർ 10 long years to achieve success in this എക്സാം. ഈ ഒരു എക്സാമിന് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ടു ഫേസ് റിയാലിറ്റി വിത്ത് കോൺഫിഡൻസ് മസ്റ്റ് ബി അവർ ഫസ്റ്റ് എയിം. The exam is real, it must be attended and we must write on paper to express our ideas. ഈ ഒരു എക്സാമിന് ഫേസ് ചെയ്യാം, അതായത് ഈ എക്സാം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി നമുക്ക് ഫേസ് ചെയ്യാമെന്ന് വേണം. കോൺഫിഡൻസ് തന്നെ ആവണം ഫസ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതായത് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് നമ്മൾ എന്തായാലും നേടിയെടുക്കണം. ദ എക്സാം ഈസ് റിയൽ, ഇറ്റ് മസ്റ്റ് ബി അറ്റൻഡഡ് ആൻഡ് വി മസ്റ്റ് റൈറ്റ് ഓൺ പേപ്പർ ടു എക്സ്പ്രസ് അവർ ഐഡിയാസ്. അപ്പോൾ അവർക്ക് എക്സാമിന് നമുക്ക് ലഭിക്കുന്ന പേപ്പറിൽ നമ്മൾ ആൻസർ ചെയ്തിട്ട് വേണം അവർക്ക് നമ്മുടെ വാല്യൂ ആണ്. ഫോർ ദിസ് ഇയർ end exam preparation must begin early. Planning is a key note to success and achievement. That's the meaning of well begun is half done. Secondly, we ourselves have to study early and write well. No one can substitute us. No shortcut is the route to success. Only hard work can ensure victory. So self-help is the best help. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നമ്മൾ നേരത്തെ തന്നെ തുടങ്ങണം. അപ്പോൾ അങ്ങനെയാണ് നല്ല തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ ചെയ്ത പോലെയാണ് എന്ന് പറയാനുള്ള കാരണം. ദ നെക്സ്റ്റ് വൺ ഈസ് ഹാർഡ് വർക്ക്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിക്കണം എന്നാണ് ഈ സെൽഫ് ഹെൽപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Some of Dr. APJ Abdul Kalam's words come to my mind when I think of the word self-confidence. All of us are born with potential, that is power. ഇനിയാണ് നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വേർഡ്സ് ഇതിലേക്ക് സ്പീച്ചിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളൊരു സെൻറ്റൻസ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ. ആൾ ഓഫ് us ആർ ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. നമ്മൾ എല്ലാവരും പൊട്ടൻഷ്യലോട് കൂടിയിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് എന്തൊക്കെയുണ്ട്, കഴിവുകൾ നമ്മുടെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. വി ആൾ ഹാവ് ടാലൻറ്റ്സ് ബട്ട് വി ഡു നോട്ട് റിയലൈസ് ദം. വി ലുക്ക് അറൗണ്ട് ആൻഡ് കമ്പയർ അവർ സെൽഫ് വിത്ത് അതേഴ്സ്. നമുക്ക് എല്ലാവർക്കും പ്രത്യേക തരം കഴിവുകളുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കഴിവുകൾ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരെ കഴിവുകൾ അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് നോക്കി അതിൽ അതിശയപ്പെട്ട് നിൽക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. വി ലുക്ക് അറൗണ്ട് ആൻഡ് കമ്പയർ അവർ സെൽഫ് വിത്ത് അതേഴ്സ്. അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യും. നമുക്ക് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. വി മസ്റ്റ് യൂസ് അവർ ടാലൻറ്റ്സ് ടു ദ മാക്സിമം. സ്റ്റഡീസ് മസ്റ്റ് ബി അവർ ഫസ്റ്റ് പ്രയോറിറ്റി. വി മസ്റ്റ് ഹാവ് നോ ആൻ അംബിഷൻ. വിഷിംഗ് ഫോർ ഗുഡ് ലക്ക്, ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ് വിൽ നോട്ട് മേക്ക് us reach anywhere. ദ നെക്സ്റ്റ് വൺ ഈസ്, അടുത്തതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാലൻസ് നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് ഓരോ സ്റ്റെപ്പും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർസിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ, നക്ഷത്രങ്ങളെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അവിടേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യണം. ആൻഡ് വി മസ്റ്റ് ഹാവ് എൻ അംബിഷൻ. അത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു അംബിഷൻ വേണം, എന്തെങ്കിലും ആയി തീരണം എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം.
ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വിഷിങ്. അതായത് അടുത്ത് വരുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ് ചെയ്യാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ള. ദെൻ വി മസ്റ്റ് പുട്ട് ഹേർട്ട് ആൻഡ് സൗൾ ആൻഡ് ഫുൾ ഡെഡിക്കേഷൻ ടു അച്ചീവ് അവർ ഗോൾ. ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ എർത്ത്. എപിജെ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചിൽ നിന്ന് എക്സാക്റ്റ് വേർഡ്സ് തന്നെ എടുത്ത് എഴുതിയേക്കാണ്. വി മസ്റ്റ് ബിക്കം യൂസ്ഫുൾ ടു അവർ സൊസൈറ്റി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. വി മസ്റ്റ് ബിലീവ് ദാറ്റ് ഐ എം ബോൺ വിത്ത് വിങ്സ്. വിങ്സ് മസ്റ്റ് എനാബിൾ അസ് ടു ഫ്ലൈ. Fly high in the world of education, secure a job to earn money, but my dear friend, for all these, our base is standard 10th. The marks we score in this exam is our ticket to the skies. We must learn and then earn a living. അപ്പോൾ ഈ ഒരു കഴിവുകളൊക്കെ വെച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വിങ്സുമായിട്ടാണ് ജനിച്ചത് എന്നുള്ള എപിജെ അബ്ദുൽ കലാമിൻ്റെ കോട്ട്സാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ആൻഡ് സെക്യൂർ ഗുഡ് മാർക്സ് ഇൻ 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നുണ്ട്. 10th സ്റ്റാൻഡേർഡിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. സോ let us all be inspired by Dr. APJ Abdul Kalam. Let us accept these ideas. Let's plan early, study hard, face in the exam with confidence and get full scores in the 10th exams. Let our country be full of ignited youth who will lead India to development. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പാരഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പീച്ച് ഇൻസ്പയർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ നമുക്ക് എന്താ ഇൻസ്പിറേഷനായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് അക്സെപ്റ്റ് ഹിസ് ഐഡിയാസ്. ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യാം. ലെറ്റ്സ് പ്ലാൻ ഏർലി, നേരത്തെ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കോൺഫിഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ലൊരു മോട്ടിവേഷണൽ സെൻറ്റൻസ് വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. ലെറ്റ് അവർ കൺട്രി ബി ഫുൾ ഓഫ് ഇഗ്നൈറ്റഡ് യൂത്ത് ഹു വിൽ ലീഡ് ഇന്ത്യ ടു ഡെവലപ്മെൻറ്റ്. ഈ രാജ്യം മൊത്തം നല്ല ഇഗ്നൈറ്റഡ് ചാർജഡ് ആയിട്ടുള്ള മൈൻഡുകൾ ആയി നമുക്ക് സ്പ്രെഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ് എൻ ഇമെയിൽ അല്ലേ. അത് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ ഫ്രണ്ട്സിന് അയക്കുന്ന ഇമെയിലാണ്. അത്ര ഫോർമാറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒഫീഷ്യലായിട്ടുള്ള ഇമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിലുകൾ കൊടുക്കണം, ഫോർമാറ്റൊക്കെ കൺസിഡർ ചെയ്യണം. ഇതിൽ ഇമെയിലിൻ്റെ ഫോർമാറ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് ആവും. ദെൻ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യാം. Then, hello and how are you? Things are going on fine in Kerala. I have joined school for +1 course in government. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുക. അതിൽ എക്സാമ്പിളായിട്ട് കൊടുത്തൊരു സ്കൂളിൻ്റെ പേരാണ് MGHSS ചതയമംഗലം. You two must be going to school, right? You joined for the commerce group. How do you this subject feel? എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് എന്ത് തന്നെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. The best thing I saw in this +1 course is set of new books and a new syllabus, especially the new English textbook. Oh my dear friend, all the stories and articles are so nice and so inspiring. The text is printed in color and even has pictures and common exercises for the first time in history. ഇനി നമ്മൾ ടെക്സ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് സിലബസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ലെറ്റ് മീ ടെൽ യു അബൌട്ട് വൺ ഓഫ് അവർ ലെസൺസ്, എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇറ്റ്സ് ടൈറ്റിൽ ഐ വിൽ ഫ്ലൈ ആക്ച്വലി വാസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ഡോക്ടർ APJ കലാം ടു എ സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അറ്റ് പവാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ 13th October 2013. 13th October 2013. Its original title was Have a Goal to Soar High. ഇനി ആ ചാപ്റ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ച് പറയുന്നുണ്ട്. ആ സ്പീച്ച് ഡെലിവർ ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. We should note that all the ideas given by Dr. APJ Abdul Kalam to the students positive and inspiring. He says that the ignited mind of the youth is the most powerful resource on earth. ആ സ്പീച്ചിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞേക്കുകയാണ്. ഇത്തരം അതിൽ വരുന്ന വേർഡ്സ് സെൻറ്റൻസസ് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. He also talks about the ancient poem I Will Fly by the Persian poet Jalaluddin Rumi. Jalaluddin Rumi റിസൈറ്റ് ചെയ്തിട്ടുള്ളൊരു പോയം ഈ APJ അബ്ദുൽ കലാം തൻ്റെ സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആ പോയത്തിൻ്റെ ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. This poem gave me confidence and I looked into myself and found that God has created all of us with immense potential and values. talents. We should fly high in life with confidence. ഇനി ആ പോയത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയാണ്. ആ പോയം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we should fly high എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് ആഡ് ചെയ്യേക്കാണ്. He also stressed the fact that we the youth have a very hard battle to face, the battle to be you and unique self, because we are forced to what some others force us to become. We have to be ourselves, we must be positive and become great. അപ്പോൾ നമ്മൾ
യുണീക്ക് ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് APJ അബ്ദുൽ കലാമിൻ്റെ മെസ്സേജ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യണം. So look up the internet or try and read this lecture. You will surely be inspired to be unique. അപ്പോൾ ഇതിലേക്കൊരു റെഫറൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു സ്പീച്ച് നീ വായിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഇത് ടെക്സ്റ്റ് ബുക്കിൽ